ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ജനപ്രിയ ആപ്പുകളായ വാട്സ്ആപ്പ്, ടെലഗ്രാം, സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ് തുടങ്ങിയ ആപ്പുകൾക്ക് മേൽ പുതിയ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. വാട്സ്ആപ്പ് അടക്കമുള്ള ആപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ ഫോണിൽ ഇനി രജിസ്റ്റർ ചെയ്ത സിം കാർഡുകൾ നിർബന്ധമാക്കും. ഫോണിന് പുറമെ മറ്റ് സംവിധാനങ്ങളിൽ ലോഗിൻ ചെയ്യുന്ന വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ 6 മണിക്കൂറിന് ശേഷം തനിയെ ലോഗൌട്ട് ആകുമെന്നും വാട്സ്ആപ്പ് അറിയിച്ചിട്ടുണ്ട്. നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനായി കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിന് പിന്നാലെയാണ് നീക്കം. മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനായി മാർച്ച് 1 മുതൽ 90 ദിവസത്തേക്കാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. നിശ്ചയിച്ച സമയത്തിൽ കൂടുതൽ സമയം അനുവദിക്കില്ലെന്നും വാട്സ്ആപ്പ് അറിയിച്ചു. വാട്സ്ആപ്പ് അടക്കമുള്ള ആപ്പുകൾക്ക് സിം ബൈൻഡിംഗ് നടപ്പിലാക്കുന്ന ആദ്യ രാജ്യമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. ഇന്ത്യയുടെ പുതിയ ടെലികമ്മ്യൂണിക്കേഷൻ സൈബർ സുരക്ഷാ ഭേദഗതി നിയമപ്രകാരമാണ് പുതിയ ഉത്തരവ്. പുതിയ നിയമം അനുസരിച്ച് ഔദ്യോഗികമായി ടെലികമ്മ്യൂണിക്കേഷൻ ഐഡന്റിഫയർ യൂസർ എന്റിറ്റികൾ എന്ന് തരംതിരിച്ചിരിക്കുന്ന ആപ്പുകൾ 90 ദിവസത്തിനുള്ളിൽ സിം കാർഡുകൾ അവരുടെ സേവനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വെബ് ബ്രൗസർ വഴി ലോഗിൻ ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് മറ്റൊരു വലിയ മാറ്റം കൂടി വരുത്തി. ഓരോ 6 മണിക്കൂറിലും ഉപഭോക്താക്കളെ ലോഗൌട്ട് ആക്കി QR കോഡ് വഴി വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരും. ഓരോ ഘട്ടത്തിലും ആക്റ്റീവായ സിം കാർഡുമായി ബന്ധിപ്പിക്കേണ്ടതിനാൽ കുറ്റവാളികൾക്ക് ആപ്പുകൾ വിദൂരമായി ചൂഷണം ചെയ്യുന്നത് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. ഒന്നിലധികം സിസ്റ്റങ്ങളിൽ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവരും പതിവായി യാത്ര ചെയ്യുന്നവരുമായ ഉപഭോക്താക്കൾക്ക് തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ കമ്പനികൾക്ക് മുൻപിൽ അവതരിപ്പിക്കണമെന്നാണ് പറയുന്നത്. എങ്കിലും വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനും സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനുമായി മാറ്റം അനിവാര്യമാണെന്നാണ് സർക്കാരിന്റെ വാദം. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലെ സിം കാർഡുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന സുരക്ഷാ സംവിധാനമാണ് സിം ബൈൻഡിംഗ്. ചുരുക്കി പറഞ്ഞാൽ, ഏത് നമ്പറിലാണോ നിങ്ങൾ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത്, ആ നമ്പറിലെ സിം കാർഡ് ആ ഫോണിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആപ്പ് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ.